വലിയ പോരാട്ടം മനസ്സിനോടുള്ള പോരാട്ടം. ആ പോരാട്ടത്തിലാണ് നമ്മൾ ജയിക്കേണ്ടത്. ആ പോരാട്ടമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം. മറ്റുള്ളതൊക്കെ നൈമിഷികമായ താൽക്കാലികമായ പോരാട്ടങ്ങളാണ്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാലേ രണ്ട് ഭാഗമാണ്. ഒന്ന് നമ്മുടെ ഈ പുറത്തേക്ക് കാണുന്ന ശരീരം, മറ്റൊന്ന് നമ്മുടെ ആത്മാവ്. ഈ ശരീരവും ഈ ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം എന്താ നിങ്ങള്? ഞാൻ ഉദാഹരണം പറയാം. ഞാൻ കോഴിക്കോട് ഒരു ഹോം അപ്ലയൻസിന്റെ കടയിൽ പോയിട്ട് ഒരു മിക്സി വാങ്ങി. വീട്ടിലേക്ക് ഭാര്യ കുറേയായി പറയുന്ന ഒരു മിക്സി വേണം. ഞാനൊരു മിക്സി വാങ്ങി. നോക്കിയപ്പോ നല്ല മനോഹരമായ കടലാസിന്റെ നല്ല മനോഹരമായ കാർഡ്ബോർഡ് കൊണ്ടുണ്ടാക്കിയ നല്ല ഒരു പെട്ടിയിലാണ് ആ മിക്സി. ഞാൻ ആ പെട്ടിയും കൊണ്ട് എന്റെ വീട്ടിൽ പോയി. ഈ മിക്സി ഉണ്ടാക്കിയപ്പോ തന്നെ ആ പെട്ടിയിലേക്ക് വെച്ചു. ഈ ഷോറൂമിലൊക്കെ ആ പെട്ടിയുടെ സൗന്ദര്യത്തിലാണ് ആ മിക്സി എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടത്. ഞാൻ ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് പെട്ടി തുറന്നു. മിക്സി എടുത്തുകാണ്ട് ഭാര്യ അടുക്കളയെ കൊണ്ടുവച്ചു. കടലാസിന്റെ പെട്ടി ചുരുക്കിയിട്ട് ഒരൊറ്റ ഏറ് പുറത്തേക്ക് പറമ്പിലേക്ക്. ഇല്ലേ, ഇത്രയും കാലം ആ മിക്സിക്ക് സൗന്ദര്യം നൽകി, ആ മിക്സിക്ക് കേടുപറ്റാതെ, പൊടി തട്ടാതെ, വര വീഴാതെ ആ മിക്സിയെ സംരക്ഷിച്ചു വന്ന ഈ കാർഡ്ബോർഡ് അതിന് വേണ്ട. മിക്സി അതിന്റെ ഡ്യൂട്ടി തുടങ്ങാനായി. ഇനി കാർഡ്ബോർഡ് വേണ്ട. കാർഡ്ബോർഡിന്റെ ബോക്സ് വലിച്ചെറിഞ്ഞു. സത്യത്തിൽ നമ്മുടെ ഈ ശരീരത്തിന്റെ ഡ്യൂട്ടി അത്രയേ ഉള്ളൂ. ഈ ലോകത്തേക്ക് അള്ളാഹു പറഞ്ഞയച്ച നമ്മുടെ ആത്മാവിന് ഈ ലോകത്ത് ജീവിക്കാനുള്ള കൂടായിരുന്നു ഈ ശരീരം. ആ ആത്മാവിന് ഈ ലോകത്ത് ജീവിക്കുവാനുള്ള സമയം അവസാനിച്ചപ്പോൾ ആത്മാവിനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോയി. മിക്സിയുടെ പെട്ടി വലിച്ചെറിഞ്ഞ പോലെ നമ്മുടെ ശരീരം വലിച്ചെറിഞ്ഞു. അതിലേറെ മോശമായിട്ടാ വലിച്ചെറിഞ്ഞ്. കുഴി കുത്തി ആ കുഴിയിലേക്കിട്ട് അതിന്റെ മേലെ സ്ലാബ് ഇട്ട് അതിന്റെ ചെറിയ പഴുതുകൾ പോലും നനഞ്ഞ മണ്ണ് കൊണ്ട് അടച്ച് അതിന്റെ മേലെ മണ്ണിട്ട് മൂടി പൊടി വാറാതിരിക്കാൻ വെള്ളവും പാർന്നിട്ടാ മനുഷ്യന്മാർ മടങ്ങി. ഒരു കാരണവശാലും എഴുന്നേറ്റ് വരാൻ പാടില്ല. ആ രൂപത്തിലാവോലെ മണ്ണിൽ കുഴിച്ചിട്ടില്ലേ. ആർക്കാ വേണ്ടി? നമ്മളൊക്കെ എത്ര കാര്യപ്പെട്ട ആളാ. നാട്ടിലെ വളരെ കാര്യപ്പെട്ട ഒരാൾ മരിച്ചു. രാവിലെ 8 മണിക്കാ മരിച്ചേ. 8 മണിക്ക് മരിച്ചു. ഓടിപ്പാഞ്ഞ് നടക്കുന്നതിന്റെ ഇടക്ക് അയാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ച്. വയസ്സ് 19 ആയിട്ടുള്ളൂ. എല്ലാവർക്കും അത്ഭുതം. അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ ഒറ്റയും തെറ്റയായിട്ട് ആൾക്കാർ വരാൻ തുടങ്ങി. വന്നോരൊക്കെ ചെറിയ ചെറിയ കൂട്ടങ്ങളായി. ചർച്ച. എന്താ ചർച്ച? ഇത് വേണ്ടപ്പെട്ട ആളാണ്, എന്തോ ഒരു നല്ല മനുഷ്യനാണ്, എന്തോ ഒരു കാണാൻ ഭംഗിയുള്ള ആളാണ്, എന്തോ ഒരു ഊർജ്ജസ്വലനായ മനുഷ്യനാണ്. ഇയാൾ മരിക്കാനായിട്ടില്ല. ഏത് ആശുപത്രിയിൽ പോയിട്ടാണെങ്കിലും ശരി ഇയാൾക്ക് ജീവൻ തിരിച്ചു കൊടുക്കണം എന്നാണോ ചർച്ച? അല്ല. ചർച്ച എന്താ? നിങ്ങൾ എപ്പോഴാ മയ്യത്തെടുക്കാൻ? 19 കൊല്ലം നാടിനും വീടിനും വേണ്ടി അധ്വാനിച്ച സുമുഖനായ മനുഷ്യൻ മരിച്ചപ്പോ 8 മണിക്ക് മരിച്ചിട്ട് ഒരു കുറച്ചു നേരം കാത്തുക്കാൻ ആൾക്കാർക്ക് ഒഴിവില്ല. ആരോ പറഞ്ഞു 12 മണിക്ക് എടുക്കല്ലേ ളുഹുറിന്റെ മുമ്പ്. 8 മണിക്കാ മരിച്ചേ. 12 മണി പറഞ്ഞാൽ 4 മണിക്കൂർ. ആകെ അയാൾക്ക് വേണ്ടി ലോകം അനുവദിച്ചു കൊടുത്ത സമയത്തിനങ്ങൾ 4 മണിക്കൂർ. അപ്പൊ ആരോ പറഞ്ഞു 12 മണിക്ക് വേണ്ട, കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിക്കോട്ടെ, എന്നാ 2 മണിക്കാക്കുക. ലേശം കൂടി കാത്തൂടെ, എന്നാ ലാസ്റ്റ് 4 മണി അസറിന്റെ മുമ്പ് മയ്യത്തെടുക്കണം എന്നാ പറഞ്ഞു. അല്ലേ? ആരെങ്കിലും പറഞ്ഞോ? നമ്മുടെ നാടിനും വേണ്ടി കോടിപ്പാഞ്ഞ ആളല്ലേ. അതുകൊണ്ട് ഒരു 4 ദിവസം അയാളെ മയ്യത്ത് നമുക്ക് അയാളെ വീട്ടിൽ കിടത്തിക്കൂടെ? അയാളുണ്ടാക്കിയ വീട്, അയാളുടെ വേർപ്പ്, അയാളുടെ അധ്വാനം, അയാളുടെ പണം, ആ വീട്ടിൽ ഒരു 4 ദിവസമെങ്കിലും അയാളെ മയ്യത്ത് നമുക്ക് കിടത്തിക്കൂടെ എന്ന് ആരെങ്കിലും പറഞ്ഞോ? മക്കൾ പറഞ്ഞോ? ഞങ്ങളെ വാപ്പാനെ കണ്ട് കൊതി തീർന്നിട്ടില്ല, അതുകൊണ്ട് ഒരു 4 ദിവസമെങ്കിലും ഞങ്ങളെ വാപ്പാന്റെ മയ്യത്ത് ഞങ്ങൾക്ക് വേണ്ടി കിടത്തി തന്നൂടെ, ഞങ്ങൾ ഉമ്മാന്റെ മയ്യത്ത് ഞങ്ങൾക്ക് വേണ്ടി കിടത്തി തന്നൂടെ എന്ന് മക്കൾ പറഞ്ഞോ? ഇല്ല. എന്നാ 12 മണിക്ക് മയ്യത്തെടുക്കുക, എന്നാ വേ നോക്കുക, ഫോൺ ചെയ്ത് എല്ലാവരും പറയാ, കുളിപ്പിക്കാൻ നോക്കുക, കട്ടിൽ കൊണ്ടുവരാ. എത്ര എളുപ്പം നിറങ്ങൾ. ഇതാർക്കും വേണ്ട. ഈ ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി എങ്ങനെ മണിക്കൂറുകൾ പോലും ഈ ലോകത്ത് ബാക്കി വെക്കാൻ മനുഷ്യന്മാർ ഇഷ്ടപ്പെടാത്ത ഈ ശരീരത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടി പണവും അധ്വാനവും സമയവും മുടക്കുന്ന നമ്മൾ നമ്മുടെ ആത്മാവിനെ മറക്കുക. സത്യത്തിൽ നമ്മൾ സംരക്ഷിക്കേണ്ടത് ആത്മാവിനെ ആയിരുന്നു, മുറിവേൽക്കാതെ. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും, ഇപ്പൊ ഞാൻ എന്റെ ഒരു കത്തിയെടുത്ത് കാണുന്ന കൈമണ് കുത്തി, അതിനേക്കാൾ വലിയ ആക്രമണമാണ് ഞാൻ ചെയ്യുന്ന ഒരു തെറ്റ്. കാരണം അത് മുറിവാക്കുന്നത് എന്റെ ആത്മാവിനാണ്. ആ മുറിവിന്റെ വേദന നാളെ പരലോകത്ത് ഞാൻ അനുഭവിക്കേണ്ടി വരും. തീഷ്ണമായ വേദന. പഴം തിന്നു ആദമു ഹവ്വി. അത് എൻഡോസൾഫാൻ തളിച്ച പഴയിരുന്നു, വിഷം കലക്കിയ പഴയിരുന്നു അല്ല, സ്വർഗത്തിലെ ഒരു സാധാ മരത്തിന്റെ പഴം. പക്ഷെ ആ പഴം തിന്നപ്പോ അള്ളാഹു അവർക്ക് തൗബയുടെ വാക്കുകൾ പഠിപ്പിച്ചു കൊടുത്തു. എന്തായിരുന്നു ആ വാക്കുകൾ? റബ്ബനാ വലംനാ അൻഫുസനാ. റബ്ബനാ, ഞങ്ങളുടെ നാഥ, വലംനാ, ഞങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു, അൻഫുസനാ,
ഞങ്ങളുടെ നഫ്സിനോട് ഞങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു. വല്ലം തഗ്ഫിർ ലനാ, അല്ലേ? അങ്ങനെയാണ്. ഞാന് ഒരു സിനിമ കണ്ടു, 2.5 മണിക്കൂർ, നല്ല ഫുള്ള് മസാലയുള്ള എല്ലാ വൃത്തികേടുള്ള ഒരു സിനിമ. ഞാൻ ഒറ്റക്ക് റൂമിൽ ഇരുന്ന് കണ്ട് ഇങ്ങനെ കണ്ട് ഭയങ്കര ത്രില്ല് തോന്നി. അങ്ങനെ സിനിമ കണ്ടിങ്ങനെ ഞാനിങ്ങനെ വാതിൽ തുറന്ന് പുറത്തേക്ക് കണ്ടിറങ്ങിയപ്പോണ്ട് കുറെ ആൾക്കാരൊക്കെ പാടെ കൂട്ടം കൂടി ഇങ്ങനെ കൊണ്ടുവരാൻ നോക്കുമ്പോ എന്റെ കുട്ടിക്ക് എന്തോ ആക്സിഡന്റ് പറ്റിയിട്ട് ചോരയിൽ കുളിഞ്ഞു. ഞാൻ ആ കണ്ട സിനിമ ഏലിയ പോയതെന്ന് അറിഞ്ഞില്ല. ഞാൻ കുട്ടിനെയും കൊണ്ട് ആശുപത്രി കൂടി. ആ സിനിമ നമ്മൾ മറന്നു, അതിന്റെ ത്രില്ല് നമ്മൾ മറന്നു, ഒക്കെ മറന്നു. പക്ഷേ ആ തെറ്റിന് സാക്ഷിയായതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ അടുക്കൽ നമ്മുടെ ആത്മാവ് ശിക്ഷിക്കപ്പെടും. അല്ലേ? ഞാൻ മോഷ്ടിക്കാൻ പോയി, കട്ടുകാണ്ട് വീട്ടിൽ നിന്ന് മതിലിയാടിയപ്പോ വീണത് ചാടിയത് കുപ്പിച്ചില്ലുമക്ക, കാലുമ നല്ലൊരു മുറിവ്. ഞാൻ അങ്ങനെ ഞൊണ്ടി വീട്ടിലെത്തി. ഭാര്യ ചോദിച്ചു എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞു കാലുമെന്തോ കുത്തി, കുപ്പിച്ചില്ല തോന്നേ. ഭാര്യ പറഞ്ഞു എന്നാ വേഗം വണ്ടി വിളിക്കുക, ആശുപത്രി പോവുക. ഞാൻ പറഞ്ഞു വേണ്ട, ആശുപത്രി പോകണ്ട. അവര് പറഞ്ഞു വേണം, കുട്ടികളൊക്കെ പാടെ ഉണർന്നു, എന്തായാലും പോയേ പറ്റൂ. ഞാൻ പറഞ്ഞു പോണ്ട. അവസാനം അയൽവാസികൾ വന്നു, എന്റെ ഇഷ്ടം നോക്കാതെ അവരെന്നെ പിടിച്ചു വലിച്ച് ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടറുടെ മുമ്പിൽ എന്റെ കാല് ബലമായി പിടിച്ചു കൊടുത്ത് ഡോക്ടർ പച്ചയില് അത് തുന്നി. ഓരോ തുന്നലും ഞാൻ പെടഞ്ഞു. പക്ഷെ ഒരാഴ്ച കൊണ്ട് എന്റെ മുറിവ് മാറി. പക്ഷേ ആ മോഷണം നടത്തുക വഴി ഞാൻ എന്റെ ആത്മാവിനോട് ചെയ്ത അക്രമമുണ്ടല്ലോ, ആ അക്രമത്തിന്റെ വേദന എന്റെ ആത്മാവ് നാളെ നരകത്തിൽ കടന്ന് അനുഭവിച്ചേ പറ്റൂ. അപ്പോ നമ്മുടെ ശരീരത്തിനെ നോക്കാൻ നമ്മളുണ്ട്, വീട്ടുകാരുണ്ട്. ഇല്ല, വീട്ടിൽ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരു ലഡ്ഡൊക്കെ തിന്നാ എന്തോ ഒരു പൂതിയരങ്ങള്. പക്ഷെ പെണ്ണുങ്ങൾ കൊടുക്കൂല. ഇല്ല, എത്ര ആഗ്രഹിച്ചാലും പഞ്ചസാര പാത്രമൊക്കെ നല്ല മേശയിലിട്ടാണ് പൂട്ടള ചില ആൾക്കാർ. എന്റെ കാര്യങ്ങള് പഞ്ചസാരന്റെ ബലം കൊണ്ടല്ല, എടുത്ത് തിന്നുന്നില്ല, പേടിയുണ്ട്. അത്ര നമ്മളെ ശരീരത്തെ നോക്കാന് വീട്ടുകാരും നാട്ടുകാരും ആശുപത്രിക്കാരും എല്ലാ സംവിധാനം ഉണ്ടേ. പക്ഷെ സുഹൃത്തെ, നമ്മുടെ ആത്മാവിനെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. നമ്മുടെ ആത്മാവിനെ ഏൽപ്പിക്കുന്ന മുറിവുകളുടെ വേദനകളിൽ നിന്ന് നാളെ പരലോകത്ത് നമ്മെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആ ആത്മാവിനെ ചികിത്സിക്കുവാൻ ഈ ലോകത്ത് ഡോക്ടർമാരില്ല, ആശുപത്രികളില്ല, സംവിധാനങ്ങളില്ല, മരുന്നുകളില്ല. ഞാൻ മാത്രം പടച്ചോനെ ഞാനത് ചെയ്തു റബ്ബേ ഈ പൊറത്തു തരണേ എന്ന് പറഞ്ഞ് എന്റെ ചികിത്സയല്ലാതെ എന്റെ ആത്മാവിനെ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചു, യാ ഫാത്തിമ ബിനത്തി മുഹമ്മദ്, യാ ഫാത്തിമ ബിനത്തി മുഹമ്മദ്, മുഹമ്മദിന്റെ മോളെ ഫാത്തിമ, ഇവിടെ വാ. ഫാത്തിമ ബീവി വന്നു. ഫാത്തിമയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അത്രേ, മോളെ ഫാത്തിമ, ഈ ലോകത്ത് നിനക്കെന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഈ ബാപ്പയോട് ചോദിക്കാം, മറക്കണ്ട, മടിക്കണ്ട, ബാപ്പ തരും. പക്ഷേ മോളെ, നാളെ പരലോകത്ത് നിനക്കു വേണ്ടി, നിന്റെ വിചാരണയിൽ നിനക്കു വേണ്ടി ഒരു വാക്കുപോലും പറയാൻ ഈ ബാപ്പക്ക് കഴിയില്ല കേട്ടോ. നിന്റെ പരലോകം നീ തന്നെ നോക്കണം കേട്ടോ. ഇതൊരു വല്ലാത്ത തിരിച്ചറിവാണ് സുഹൃത്തെ. നമ്മുടെ ഈ ആത്മാവ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തിരിച്ചു പോവുകയും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ഭീകരമായ നരകശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുകയും ചെയ്യുന്ന ഈ ആത്മാവ്, ആ ആത്മാവിനേൽക്കുന്ന തെറ്റുകുറ്റങ്ങൾ ഓരോന്നും ആ ആത്മാവിനേൽക്കുന്ന മുറിവുകളാണ്. ആ മുറിവുകളിൽ നിന്ന് ആ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ നമ്മുടെ കുടുംബങ്ങൾക്കാവില്ല, ഡോക്ടർമാർക്കാവില്ല, ഭരണാധികാരികൾക്കാവില്ല, നേതാക്കന്മാർക്കാവില്ല, ആർക്കുമാവില്ല. നാം മാത്രമേ ഉള്ളൂ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ. മരിച്ചിട്ട് വെള്ളത്തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഇങ്ങനെ വെറുങ്ങലിച്ച് കിടക്കുമ്പോ പള്ളിയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് മക്കളുടെ ഒരു കുമ്പസാരം. എന്റെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാപ്പാക്ക് നിങ്ങൾ പുറത്തു കൊടുക്കണം, ഓലൊക്കെ പുറത്തു കൊടുക്കും. അത് ബാപ്പ ജീവിച്ചിരുന്ന കാലത്ത് പറയേണ്ടിനി. അന്ന് വാപ്പ പോയ ഞാൻ ഓനോട് മാപ്പ് വയ്ക്കുക, ഞാൻ ആരാ, എന്റെ പട്ടി ചോദിക്കുന്നൊക്കെ പറഞ്ഞ വലിയ ആളെ പോലെ. ഇപ്പൊ ഇങ്ങനെ വടിയായി കിടന്നപ്പോ മക്കള് സങ്കടം കൊണ്ട് പറഞ്ഞാല് അത് പടച്ചോന്റെ അടുത്ത് വില പോകൂല, അല്ലേ? അപ്പോ നമ്മളൊക്കെ തിരിച്ചറിയേണ്ടത്, നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൂടാ. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആത്മാവിനെ സംസ്കരിക്കലാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ ആത്മാവിനെ സംസ്കരിച്ചവനാരോ അവൻ ജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ. ആ ആത്മാവിനെ സംസ്കരിക്കുന്നതിൽ ആര് പരാജയപ്പെട്ടോ അവൻ തകർന്നു പോയിരിക്കുന്നു, അവൻ നഷ്ടപ്പെട്ടവനായിരിക്കുന്നു എന്ന ഖുർആൻ പറഞ്ഞു. അപ്പോ നമ്മൾ ജയിച്ചോ തോറ്റോ,
അത് നമ്മുടെ വീടിന്റെ വലിപ്പം നോക്കി അളക്കാൻ പറ്റൂല, നമ്മുടെ കാറിന്റെ വില നോക്കി അളക്കാൻ പറ്റൂല, നമ്മുടെ കുടുംബത്തിന്റെ ഭംഗി നോക്കി നിർണ്ണയിക്കാൻ പറ്റൂല. നമ്മൾ ജയിച്ചോ തോറ്റോ അത് നമ്മുടെ ആത്മാവിലേക്കാണ് നോക്കേണ്ടത്. നമ്മൾ ജയിച്ചോ തോറ്റോ.